നമസ്കാരം. ലൂസിഫറിന്റെ അടുത്ത പാർട്ട് കണ്ടു, എമ്പുരാൻ. എമ്പുരാൻ കണ്ടിട്ട് ഉള്ള കാര്യം പറയാമല്ലോ. സത്യം പറഞ്ഞാൽ സിനിമ എനിക്ക് ഒരു ശകലം പോലും വർക്കായിട്ടില്ല. തുടക്കം മുതലേ തന്നെ എന്തോ ഒരു ബിൽഡ് ചെയ്ത് വരുന്ന ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങോട്ട് പോകും തോറും കാര്യങ്ങൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവുകയാണ് ചെയ്യുന്നത്. ഇതിനകത്ത് പിന്നെ പ്രധാനമായിട്ടും എനിക്ക് തോന്നിയൊരു പോരായ്മ എന്ന് പറയുന്നത് ലാലേട്ടന്റെ ക്യാരക്ടർ. അതിപ്പോ ഖുറേഷി അബ്രാം ആയിക്കോട്ടെ, അല്ലെങ്കിൽ സ്റ്റീഫൻ നെടുമ്പള്ളി ആയിക്കോട്ടെ, ഈ രണ്ട് ക്യാരക്ടറും സംസാരിക്കുന്ന രീതി എന്ന് പറയുന്നത് ഒരു നോർമൽ ഒരു ആള് സംസാരിക്കുന്നതിനപ്പുറത്തേക്ക് ഒരു സാഹിത്യ ഭാഷ എല്ലാം കൂടി കളഞ്ഞിട്ടുള്ള ഒരു രീതിയിലാണ് എൻ്റെ സംസാരം. അതെനിക്ക് ഒരു ശകലം പോലും വർക്കാവാത്തൊരു സാധനമാണ്. സിനിമയുടെ കഥ പറഞ്ഞു പോക്കെന്ന് പറയുന്നത് നോർമൽ ആയിട്ടുള്ള ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള അത്തരത്തിലുള്ള ഒരു ലാംഗ്വേജും പിന്നെ അതുപോലെ തന്നെ വേൾഡ് ബിൽഡിങ്ങുമാണ് സിനിമയിൽ ഉടനീളം നടക്കുന്നത്. ഒരുപാട് നാളത്തെ പ്രതീക്ഷയ്ക്ക് ശേഷം പോയിട്ട് കഞ്ഞി കിട്ടിയ ഒരു അവസ്ഥയാണ് പേഴ്സണലി എനിക്കുണ്ടായിട്ടുള്ളത്. സിനിമയിൽ ഉടനീളം ലൂസിഫർ എന്ന സിനിമയിൽ വളരെ ഹിറ്റായിട്ടുള്ളതും വളരെ ജനപ്രീതി നേടിയതുമായിട്ടുള്ള സീനുകളെ റീക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പല മറ്റ് സിനിമകളും ഓർമ്മ വരും. പ്രത്യേകിച്ച് ജയിലർ, ബാഹുബലി, അങ്ങനത്തെ കുറച്ച് അങ്ങനത്തെ സിനിമകൾക്കകത്തുള്ള കുറച്ച് സീനുകൾ അതിന്റെ ഏകദേശം ഒരു കോപ്പി എന്ന് പറയാവുന്ന രീതിയിലുള്ള സീനുകളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ജയിലറിനകത്ത് മറ്റേ ഇന്റർവെൽ സീൻ ഉണ്ടല്ലോ, പിന്നെ സ്നൈപ്പർ വെച്ചിട്ടുള്ളത്, അതേ കൂട്ടുള്ള സീനിനകത്തുണ്ട്. പിന്നെ ബാഹുബലി 2-നകത്ത് അതിന്റെ തുടക്കത്തിലെ കട്ടപ്പയും ബാഹുബലിയും തമ്മിൽ ഇങ്ങനെ പരസ്പരം കൈമാറി കൊല്ലുന്ന ഒരു സീനുണ്ടല്ലോ, അങ്ങനത്തെ സീനും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്നും പക്ഷേ ഇതിനൊരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല ആ സീനുകൾക്കൊന്നും തന്നെ. അതുപോലെ തന്നെ ഇതിനകത്ത് മറ്റേ സാനിയ അയ്യപ്പൻ ചെയ്ത ജാൻവി എന്ന കഥാപാത്രത്തിന്റെ ഒരാവശ്യവും ഈ സിനിമയ്ക്കകത്ത് ഉണ്ടായിരുന്നില്ല. എന്തിനാണ് അങ്ങനെ കഥാപാത്രം? അവരൊക്കെ കുറച്ച് സീനുകളിനകത്ത് വരുന്നുണ്ട്, പക്ഷെ അവർക്ക് കാര്യമായിട്ടുള്ള ഡയലോഗോ പിന്നെ അല്ലെങ്കിൽ അവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒന്നും തന്നെ ഈ സിനിമയ്ക്കകത്ത് ഉണ്ടായിട്ടില്ല. ത്രൂ ഔട്ട് സിനിമയ്ക്കകത്ത് കുറച്ച് സീനുകളിനകത്ത് വരുന്നുണ്ട്, പക്ഷെ ഒരു ഇമ്പാക്റ്റും ഉണ്ടാക്കാത്തൊരു ക്യാരക്ടർ. അങ്ങനെ ഒരു ക്യാരക്ടറിന് ഈ സിനിമയ്ക്ക് അത് ആവശ്യം ഉണ്ടായിരുന്നേയില്ല. എന്റെ ഒരു അഭിപ്രായം എന്നല്ല, എന്റെ ഒരു അനുഭവത്തിൽ ലൂസിഫർ എന്ന് പറയുന്ന എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ ഒരു സാറ്റിസ്ഫാക്ഷൻ തരാത്തൊരു സിനിമയാണ്. അത് എന്റെ മാത്രം അഭിപ്രായമാണ്. ചിലപ്പോൾ ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന മറ്റാളുകൾക്ക് അങ്ങനെ ആയിരിക്കണമെന്നില്ല. ചില സീനുകളൊക്കെ പിന്നെ തിയേറ്ററിനകത്ത് കയ്യടികളൊക്കെ ഉണ്ടായിരുന്നു. ചിലപ്പോൾ അവർക്ക് ഈ സിനിമയൊക്കെ ആ സീനുകളൊക്കെ കണക്ട് ആയിട്ടുണ്ടാവും. എന്നാലും എന്റെ അഭിപ്രായത്തിൽ ഈ സിനിമ പോരാ, കുറച്ചും കൂടി ബെറ്റർ ആക്കാമായിരുന്നു. പ്രത്യേകിച്ച് ഇത്രയും പ്രതീക്ഷയിൽ കാണാൻ വന്ന സമയത്ത്. അതുകൊണ്ട് ചിലപ്പോൾ എനിക്ക് ഇത്രയും കണക്ട് ആവാതെ തോന്നിയത്.